പ്രോക്കുലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ രുചിയാണ് പനീർ ബട്ടർ മസാല. നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ചപ്പാത്തിക്കും അല്ലെങ്കിൽ നമ്മുടെ റൈസ് ഉണ്ടാക്കും എന്താ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ അല്ലാത്ത റൈസ് ആണെങ്കിൽ പോലും നമ്മുടെ നാടൻ ചോറിനല്ല കേട്ടോ, അല്ലാത്ത റൈസിന് ഏറ്റവും പറ്റിയ ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ് നമ്മുടെ ഈ പനീർ ബട്ടർ മസാല. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ആദ്യം ആവശ്യമുള്ള സാധനം പനീറാണ് നമുക്കിതിനകത്ത് യൂസ് ചെയ്യാൻ ആദ്യമുള്ളത്. പിന്നെ അത് ഉള്ളി, ഒരു 2-3 ഉള്ളി. നമ്മളുടെ ആളുകളുടെ എണ്ണം അനുസരിച്ച് ഉള്ളിയുടെ അളവ് കൂട്ടാം കേട്ടോ. ഗ്രേവി കൂടുതലുണ്ട്, അതിന് ആൾക്കാരും കൂടുതലുണ്ടെങ്കിൽ ഉള്ളിയുടെ അളവ് കൂട്ടാം. 2-3 തക്കാളി അതുപോലെ തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 2 കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത് മാക്സിമം ബട്ടറിൽ തന്നെയാണ് കേട്ടോ. പനീർ ബട്ടർ മസാല എന്ന് പറയുന്ന പോലെ ബട്ടറിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ബട്ടർ, പിന്നെ കുറച്ച് കാഷ്നട്ട്, കുറച്ച് കാഷ്നട്ട്. പിന്നെ ഇതിനടുത്ത് വേണ്ടിയിട്ടുള്ള മല്ലിയില, നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്ന മല്ലിയില. പിന്നെ അതിനകത്ത് പിന്നെ കസൂരി മേത്തിയാണ്. നോർത്ത് ഇന്ത്യൻ രുചികളിലെല്ലാം നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്യും, കസൂരി മേത്തി. കാരണം അതിൻ്റേതായിട്ടുള്ളൊരു രുചി വരണമെന്നുണ്ടെങ്കിൽ കസൂരി മേത്തി എന്തായാലും നമ്മൾ അതിനകത്ത് ചേർക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു മധുരവും ഉപ്പിൻ്റെ ഒരു ചെറിയ മധുരത്തോട് കൂടിയിട്ടുള്ളൊരു കറിയാണ്. കഴിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, ചെറിയൊരു സ്വീറ്റ്നെസ് ആ കറിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മധുരം ചേർക്കും. ഉപ്പ് പിന്നെ ഓട്ടോമാറ്റിക്കലി കറികളിൽ ഉപ്പ് ആവശ്യമാണല്ലോ. പിന്നെ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല പാലിൻ്റെ പാട, കട്ടിയായിട്ടുള്ള പാൽപ്പാടയോട് കൂടിയിട്ടുള്ള പാലുണ്ടല്ലോ, ആ ഒരു ഇതുങ്ങളെ കൂടി നമ്മൾ ഇതിനകത്ത് അത് ഞാൻ പറയാം എപ്പോഴാണ് അത് ചേർക്കുന്നതെന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും സാധനം ഇനി നമുക്കൊന്ന് വഴറ്റിയെടുത്ത് റെഡിയാക്കി വയ്ക്കാം. നമ്മളാദ്യം ബട്ടർ, നമ്മളിതിനകത്ത് എണ്ണ വളരെ കുറച്ച് വേണമെങ്കിൽ കുറച്ച് യൂസ് ചെയ്യാൻ കേട്ടോ. ബട്ടർ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഇല്ലയെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാം, വേറെ ഓയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാം. അതിനകത്ത് ഇത് ചേർക്കും, ബട്ടർ ചേർക്കും. ഓക്കെ, ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു അരിഞ്ഞ് വച്ചിരിക്കുന്ന ഉള്ളി ചേർത്തു നന്നായിട്ടൊന്ന്. ഇത് നമ്മൾ വഴറ്റി വരുമ്പോഴേ ഒരുപാടൊന്ന് റെഡിഷ് കളറൊന്നും ആവണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴണ്ട കിട്ടിയാൽ മതി. എന്നിട്ട് ഇതാണ് നമ്മൾ അരക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മളിതെല്ലാം കൂടി ഉള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള തക്കാളി അതിനകത്ത് നമ്മൾ ചേർക്കുമ്പോൾ ഉള്ളി മൂക്കണം. അപ്പോൾ നമ്മളിത് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും എന്താ പറയുക ചെറുതായിട്ടൊന്നുമില്ല, ചെറിയ 2 കഷ്ണം എടുക്കാം. പിന്നെ ഉള്ളി അതുപോലെ തന്നെ എടുക്കും. കാരണം നമ്മളത് അരച്ചെടുക്കാനുള്ളതാണല്ലോ. 2-3 മിനിറ്റായി ഇത് വഴറ്റി ഏതാണ്ട് ഇതേ പരുവത്തിലെത്തി ഒരുമാതിരി ഒന്ന് വഴണ്ടിരിക്കും. ഒരുപാട് വഴണ്ടിരിക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി. ചുവന്ന കളറാക്കുമെന്ന് നല്ല വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടാം. വഴണ്ടി കിട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു തക്കാളി. ഇത്രയും മതി കേട്ടോ. വഴണ്ടത് തക്കാളി ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെടുത്ത് വച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയും കാഷ്നട്ടും എല്ലാം കൂടി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് തണുത്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു, നന്നായിട്ട് അരച്ചെടുക്കുന്നു. നല്ല ഭംഗിയായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒട്ടും തട്ടും തരി ഉണ്ടാവാൻ പാടില്ല കേട്ടോ, ശ്രദ്ധിച്ചോളണം. അതുപോലെ നന്നായിട്ട് അരച്ചിട്ടുണ്ടാവണം. നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടി, ഇത് കുറച്ച് കാശ്മീരി മുളക് പൊടി കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് ഗരം മസാല, ഇത് ജീരകം പൊടിച്ചത്. ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മസാലാസ്. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പാൻ ചൂടായി. ഞാൻ പറഞ്ഞല്ലോ നമ്മളിതിന് ബട്ടറിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളതുകൊണ്ട് തന്നെ ബട്ടർ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇവിടെ
ബട്ടർ നന്നായിട്ട് ഉരുകിയ ശേഷം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് നമ്മളുടെ ബട്ടർ മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ഏലക്കായും ബേ ലീഫ് നമ്മളുടെ ഇവിടത്തുകാർ ഉപയോഗിക്കുന്നത് നമ്മുടെ എന്താ ചെയ്യണേ ഇടനയില നമ്മളുടെ ഇലാച്ചി നന്നായിട്ടൊന്ന് അത് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട്. ഏലക്കായും ഈ ഇലയും കൂടെ കൂടി ബേ ലീഫ് അല്ലെങ്കിൽ ഇടനയുടെ ഇല നന്നായിട്ട് ഉണക്കി ഒരു തരം. ഇതാണ് നമ്മളുടെ ഏറ്റവും ഇതിനകത്ത് സുഗന്ധം കൊടുക്കുന്ന ഇതിൽ ഒന്നാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, നല്ല മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഞാൻ എല്ലാപ്പോഴും പറയുന്നത് പോലെ പൊടികളിടുമ്പോൾ നന്നായിട്ട് സിമ്മിലാക്കുക, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. ഇവിടെ ബട്ടറാണെങ്കിലും എന്തിലാണെങ്കിലും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് വെച്ച നമ്മളുടെ ഇതുണ്ടല്ലോ, ഉള്ളി, തക്കാളി വഴറ്റിയ മിശ്രിതം, കുറച്ച് കാഷ്നട്ടും എല്ലാം കൂടി ചേർത്ത മിശ്രിതം ഇതിനകത്തേക്ക് ചേർക്കുന്നു. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ജാറ് കഴുകിയ ആ വെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ ആ ജാറ് കഴുകി ഒരു കുറച്ച് വെള്ളം കൂടി നന്നായിട്ട് കഴുകി ഇതിനകത്തേക്ക് ഒഴിക്കണം. ഉണ്ടോ? ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കളറായിട്ടുണ്ട്. കൂട്ടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഒഴിക്കുക. ഇനി നമുക്കിത് ബാലൻസ് ചെയ്യാൻ കറിക്ക് ഇത്രയും വെള്ളം പോരാ. നമുക്കിപ്പോൾ ആദ്യം ഇതൊന്ന് എണ്ണ തെളിഞ്ഞ് കിട്ടുന്നോടം വരെ, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകപ്പൊടിയും ഗരം മസാലയും അതും കൂടി ആഡ് ചെയ്യാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് നന്നായിട്ട് എണ്ണ തെളിയുന്നോടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നമ്മളിതിൻ്റെ ഗ്രേവിയുടെ എത്ര തിക്നെസ് വേണമെന്ന് അതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണ തെളിയുന്നോടം വരെ മിക്സ് ചെയ്തെടുക്കുക. നമ്മളുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അത് ഇത്രയൊന്നുമില്ല കേട്ടോ, നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിനകത്തുള്ള മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം. അപ്പോഴാണ് ആ മധുരവും ഒരുമാതിരി നല്ല മധുരമുള്ളൊരു കറികളിൽ ഒന്നാണ് കേട്ടോ അത്. പുളിയായി, ഉപ്പായി, മധുരമായി, ഇതൊന്ന് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്ന സാധനം പനീർ. ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പനീറാണ്. ഇത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കുക. ഒന്നൊന്ന് ഇളക്കി കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. ഇനി ഈ ഗ്രേവി ഇതിനകത്ത് പനീറിൻ്റെ ഇടയിലൊക്കെ കിടന്ന് നന്നായിട്ട് വെന്ത് ഒന്നുകൂടി ഒന്ന് കുറുകി വരണം.
ആദ്യത്തെ അത്രയും കുറുകുമല്ല കേട്ടോ, എണ്ണത്തിലല്ല, കുറച്ചുകൂടി ഇതൊന്ന് റെഡിയായി വന്നതിന് ശേഷം നമ്മളിതിനകത്ത് ഫൈനലായിട്ട് ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിനകത്ത് നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉള്ളൂ. നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ, നമ്മുടെ കറിയുടെ പാകത്തിനാവട്ടെ. ഇപ്പം നമുക്കൊന്ന് നോക്കാം കേട്ടോ, നമ്മുടെ ഇതിൻ്റെ ഉപ്പും മധുരവും ഒക്കെ പാകത്തിനാണോന്ന് നോക്കണേ. ഇത് തിളച്ച് കുറുകി വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് മിൽക്ക് ക്രീം ഇത് സിമ്മിലേക്ക് ഇടുക കേട്ടോ. അതിനുശേഷം കുറച്ച് മിൽക്ക് ക്രീം എടുത്ത് ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. ഇതൊക്കെ ടേസ്റ്റ് കൂട്ടാനുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിതിനകത്ത് എല്ലാ നോർത്ത് ഇന്ത്യൻ കറികളുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയാവുന്ന കസൂരി മേത്തി അത് ചേർത്തു. ദെൻ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില എന്നും ഇതിനകത്ത് നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല കേട്ടോ. ഇതൊക്കെ ഇട്ടതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല നമ്മൾ റെഡിയാക്കി. ഇനി നമ്മളിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി വയ്ക്കണം. എനിക്ക് കുറേ നാളുകളായിട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു നിങ്ങൾക്കൊരു നല്ല ഫുഡ് തരുന്നുള്ളത്. അതേതാ നിങ്ങൾ സ്റ്റാർട്ട് ചപ്പാത്തി ചോറും കറി പനീർ ബട്ടർ മസാല മതി. ഞാൻ ആദ്യം പറഞ്ഞു പനീറായിരുന്നു. പനീർ മേടിക്കുകയാണെങ്കിൽ ഇതിന്റെ ടേസ്റ്റിലൊക്കെ വന്നോ അങ്ങനെ എനിക്ക് उस वीडियो से ब्लूपर हेलो सब्सक्राइबर्स। अरे उस फोन से ब्लू वो शूट करना था। किस फोन से? हां मैडम पापा यूज करना ओए चिरचिरा। Thanks for watching this video. Thanks for watching this video. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു.